ഓം ശാന്തി 24/2/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ ഹംസമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലക്ഷ്മി നാരായണനെ പോലെ ഹംസം, അതായത് സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. ചോദ്യം: ഈ ജ്ഞാനമാർഗത്തിൽ തീവ്രതയോടെ പോകുന്നതിനുള്ള സഹജമായ വിധി എന്താണ്? ഉത്തരം: ഈ ജ്ഞാനത്തിൽ തീവ്രതയോടെ പോകണമെങ്കിൽ മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് ബാബയുടെ ഓർമ്മയിൽ മുഴുകൂ. ഇതിലൂടെ വികർമ്മം വിനാശമാവുകയും അഴുക്കുകൾ പൂർണമായും ഇല്ലാതാവുകയും ചെയ്യും. ഓർമ്മയുടെ യാത്ര തന്നെയാണ് ഉയർന്ന പദവിയുടെ ആധാരം. ഇതിലൂടെ നിങ്ങൾക്ക് കക്കയിൽ നിന്ന് വജ്രമായി മാറാൻ സാധിക്കും. ബാബയുടെ ജോലിയാണ് നിങ്ങളെ കക്കയിൽ നിന്ന് വജ്രം, പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുക. ഇത് ചെയ്യാതെ ബാബയ്ക്ക് ഇരിക്കാനേ സാധിക്കില്ല. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഈ ലോകത്തിൽ ചിലർ ഹംസമാണ്, ചിലർ കൊക്കുകളും. ഈ ലക്ഷ്മി നാരായണന്മാർ ഹംസമാണ്. ഇവരെ പോലെ നിങ്ങളും ആകണം. നിങ്ങൾ പറയും, നമ്മൾ ദൈവിക സമ്പ്രദായികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഹംസമാക്കി മാറ്റുന്നു. ഇപ്പോൾ പൂർണമായും മാറിയിട്ടില്ല, മാറണം. ഹംസം മുത്തുകൾ കൊത്തിയെടുക്കുന്നു, കൊക്കുകൾ അഴുക്കുകൾ ഭക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹംസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവതകളെ പൂക്കൾ എന്നും മനുഷ്യരെ മുള്ളുകൾ എന്നും പറയുന്നു. ഹംസമായിരുന്നു, പിന്നീട് താഴേക്കിറങ്ങി കൊക്കുകളായി മാറി. പകുതി കൽപ്പം ഹംസം, പകുതി കൽപ്പം കൊക്ക്. കൊക്കുകൾ ഹംസമായി മാറുന്നതിലും മായയുടെ വിഘ്നങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടാകും. മുഖ്യമായ വീഴ്ച ദേഹാഭിമാനത്തിന്റേതാണ് വരുന്നത്. ഈ സംഗമത്തിൽ തന്നെ നിങ്ങൾ കുട്ടികൾ മാറണം. എപ്പോഴാണോ നിങ്ങൾ ഹംസമായി മാറുന്നത്, അപ്പോൾ ഹംസങ്ങൾ തന്നെ ആയിരിക്കും. ഹംസം അർത്ഥം ദേവി ദേവതകൾ പുതിയ ലോകത്തിലാണുണ്ടാവുക. പഴയ ലോകത്തിൽ ഒരു ഹംസം പോലും ഉണ്ടാകില്ല. സന്യാസികളുണ്ടാകാം, പക്ഷെ അവർ പരിധിയുള്ള സന്യാസികളാണ്. നിങ്ങളാണ് പരിധിയില്ലാത്ത സന്യാസികൾ. ബാബയാണ് പരിധിയില്ലാത്ത സന്യാസം പഠിപ്പിക്കുന്നത്. മറ്റൊരു ധർമ്മത്തിലുള്ളവരും ഈ ദേവതകളെ പോലെ സർവഗുണ സമ്പന്നരായി മാറുന്നില്ല. ഇപ്പോൾ ബാബയും വന്നിരിക്കുന്നു ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നതിന്. നിങ്ങൾ തന്നെയാണ് പുതിയ ലോകത്തിൽ ആദ്യമാദ്യം സുഖത്തിലേക്ക് വരുന്നത്. മറ്റാരും പുതിയ ലോകത്തിൽ വരുന്നില്ല. ഇപ്പോൾ ഈ ദേവതകളുടെ ധർമ്മം ലോപിച്ചു പോയിരിക്കുന്നു. ഈ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. മറ്റാരും മനസ്സിലാക്കുന്നില്ല. അവരെല്ലാം മനുഷ്യമതത്തിലാണ്. വികാരത്തിലൂടെയല്ലേ എല്ലാവരും ജന്മമെടുക്കുന്നത്. സത്യുഗത്തിൽ വികാരത്തിന്റെ കാര്യം തന്നെ ഇല്ല. ദേവതകൾ പവിത്രമായിരുന്നു. അവിടെ യോഗബലത്തിലൂടെയാണ് സർവ്വതും നടക്കുന്നത്. ഇവിടെ പതീത മനുഷ്യർക്ക് എന്താണ് അറിയാവുന്നത്? അവിടെ കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിന്റെ പേര് തന്നെ നിർവികാരി ലോകമെന്നാണ്. വികാരത്തിന്റെ കാര്യം തന്നെ ഇല്ല. പറയും, മൃഗങ്ങളെല്ലാം എങ്ങനെ ഉണ്ടാകും? പറയൂ, അവിടെ യോഗബലമാണ്. വികാരത്തിന്റെ കാര്യം തന്നെയില്ല. 100% നിർവികാരിയാണ്. ഞങ്ങൾ ശുഭമാണ് പറയുന്നത്, നിങ്ങൾ അശുഭം എന്തുകൊണ്ട് പറയുന്നു? ഇതിന്റെ പേര് തന്നെ വേശ്യാലയമാണ്. സത്യുഗത്തിന്റെ പേര് ശിവാലയം എന്നാണ്. ആ ശിവാലയത്തിന്റെ സ്ഥാപന ശിവബാബ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിവബാബ
ഉയർന്നതിലും ഉയർന്ന സ്തംഭമല്ലേ? ശിവാലയവും അതേപോലെ ഉയരത്തിലുണ്ടാക്കുന്നു. ശിവബാബ നിങ്ങളെ സുഖത്തിന്റെ സ്തംഭമാക്കി മാറ്റുന്നു, സുഖത്തിന്റെ സ്തംഭത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ബാബയിൽ വളരെ സ്നേഹമുണ്ടാകുന്നു. ഭക്തിമാർഗത്തിലും ശിവബാബയോട് സ്നേഹമുണ്ടാകുന്നു. ശിവബാബയുടെ ക്ഷേത്രത്തിലും വളരെ സ്നേഹത്തോടെ പോകുന്നു. പക്ഷെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സർവഗുണ സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമ്പൂർണമായി മാറിയിട്ടില്ല. നിങ്ങളുടെ രാജധാനിയുടെ സ്ഥാപന പൂർണമായി നടക്കുമ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ ഉണ്ടാകുന്നത്. ശേഷം എല്ലാം അവസാനിക്കുകയും പിന്നെ സംഖ്യാക്രമത്തിൽ വരികയും ചെയ്യും. നിങ്ങളുടെ രാജ്യം ആദ്യം ആരംഭിക്കും. മറ്റുള്ള ധർമ്മത്തിൽ രാജ്യം ആദ്യം ആരംഭിക്കുന്നില്ല. നിങ്ങളുടേതാണ് രാജധാനി. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബനാറസിൽ കുട്ടികൾ സർവീസിന് പോയി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ലഹരിയുണ്ട്. പക്ഷെ അവർക്ക് അത്ര മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കോടിയിലും ചിലർ എന്ന് പറയാറുണ്ടല്ലോ. വളരെ കുറച്ചുപേർ ഹംസമായി മാറുന്നു. മാറുന്നില്ല എങ്കിൽ പിന്നീട് വളരെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ചിലരാണെങ്കിൽ 95% ശിക്ഷകൾ അനുഭവിക്കും. 5% മാത്രമേ മാറുന്നുള്ളൂ. ഉയർന്നതും താഴ്ന്നതുമായ സംഖ്യ ഉണ്ടല്ലോ. ഇപ്പോൾ ആർക്കും സ്വയത്തെ ഹംസമെന്ന് പറയാൻ സാധിക്കില്ല. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ജ്ഞാനം പൂർത്തിയാകുന്നോ അപ്പോൾ യുദ്ധവും തുടങ്ങും. അതുകൊണ്ട് ജ്ഞാനം പൂർണമായും എടുക്കണം. ഇപ്പോൾ ആരും തന്നെ 100% ആയിട്ടില്ല. ഇപ്പോൾ വീട് വീടാന്തരം സന്ദേശം എത്തിക്കണം. വലിയ വിപ്ലവം ഉണ്ടാകും. ആരെല്ലാം വലിയ വലിയ മാളികകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഇളകാൻ തുടങ്ങും. ഭക്തിയുടെ ഇരിപ്പിടം ഇളകാൻ തുടങ്ങും. ഇപ്പോൾ ഭക്തരുടെ രാജ്യമല്ലേ, അതിൽ നിങ്ങൾ വിജയം പ്രാപിക്കുന്നു. ഇപ്പോൾ പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. പിന്നീട് മാറ്റമുണ്ടാകും. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടാകും. നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. തുടക്കത്തിൽ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എങ്ങനെ രാജധാനി നടക്കുന്നുവെന്ന്. പക്ഷെ സാക്ഷാത്കാരം ലഭിച്ചവർ ഇന്നില്ല. ഡ്രാമയിൽ ആർക്ക് എന്ത് പാർട്ടാണോ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നമ്മൾ ആരുടെയും മഹിമ ചെയ്യില്ല. ബാബയും പറയും, നിങ്ങൾ എന്റെ എന്ത് മഹിമയാണ് ചെയ്യുക? എന്റെ ഡ്യൂട്ടി തന്നെ പതീതത്തിൽ നിന്ന് പാവനമാക്കുക എന്നതാണ്. ടീച്ചറുടെ ഡ്യൂട്ടി പഠിപ്പിക്കലാണ്. തന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരുടെ എന്ത് മഹിമ ചെയ്യാനാണ്? ബാബ പറയുന്നു, ഞാനും ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പിന്നെ എന്ത് ശക്തിയാണ്? ഇതെന്റെ ഡ്യൂട്ടിയാണ്. കൽപ്പകൽപ്പം സംഗമത്തിൽ വന്ന് പതിതർക്ക് പാവനമാകുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് പാവനമാക്കി മാറ്റാതിരിക്കാൻ സാധിക്കില്ല. എന്റെ പാർട്ട് കൃത്യമാണ്. 1 സെക്കൻഡ് പോലും വൈകിയോ അല്ലെങ്കിൽ നേരത്തെയോ വരാൻ സാധിക്കില്ല. തികച്ചും കൃത്യമായ സമയത്ത് സേവനത്തിന്റെ പാർട്ട് അഭിനയിക്കുന്നു. ഓരോ സെക്കൻഡിലും എന്ത് നടക്കുന്നുവോ അത് ഡ്രാമ എന്നിലൂടെ ചെയ്യിപ്പിക്കുന്നതാണ്. ഞാൻ കൽപ്പകൽപ്പം വരുന്നുണ്ട്. എന്നെ വിളിക്കുന്നത് പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റാനാണ്. എത്ര പതീതരായി മാറിയിരിക്കുന്നു. ഓരോ അവഗുണങ്ങൾ ഉപേക്ഷിക്കുന്നതിലും എത്ര പരിശ്രമം ഉണ്ടാകുന്നു. വളരെ സമയം പവിത്രമായിരുന്നിട്ടും പിന്നീട് പോകെ പോകെ മായയുടെ അടികൊള്ളുന്നതിലൂടെ മുഖം കറുപ്പിക്കുന്നു. ഇത് തമോ പ്രധാന ലോകമാണ്. മായയാകുന്ന ശത്രു വളരെയധികം യുദ്ധം ചെയ്യുന്നു. സന്യാസിമാരും വികാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. ആരുടെയും ജ്യോതി ജ്യോതിയിൽ പോയി ലയിക്കുന്നില്ല.
തിരിച്ചു പോകാൻ സാധിക്കില്ല. ആത്മാവ് അവിനാശിയാണ്, അതിന്റെ പാർട്ടും അവിനാശിയാണ്. പിന്നെ ജ്യോതി ജ്യോതിയിൽ പോയി എങ്ങനെ ലയിക്കും? എത്ര കൂടുതൽ മനുഷ്യരാണ്, അത്രയും കൂടുതൽ കാര്യങ്ങളാണ്. അതെല്ലാം മനുഷ്യമതമാണ്. ഈശ്വരീയ മതം ഒന്നു മാത്രമാണ്. ദേവതാ മതം ഇവിടെയില്ല. ദേവതകൾ ഉണ്ടാകുന്നത് സത്യയുഗത്തിലാണ്. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യർ ഒന്നും തന്നെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ കരുണ കാട്ടൂ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇങ്ങനെ യോഗ്യരാക്കി മാറ്റുന്നു. അതായത് നിങ്ങൾ പൂജയ്ക്ക് യോഗ്യരായി മാറുന്നു. ഇപ്പോൾ പൂജയ്ക്ക് യോഗ്യരല്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ലക്ഷ്മി നാരായണനായി മാറും. പിന്നീട് ഭക്തി മാർഗത്തിൽ ഞങ്ങളുടെ മഹിമയും ഉണ്ടാകും. ഞങ്ങളുടെ തന്നെ ക്ഷേത്രങ്ങളും ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ചണ്ഡികാ ദേവിയുടെയും മേള നടക്കുന്നു. ചണ്ഡിക അർത്ഥം ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കുന്നില്ല. എന്നാലും വിശ്വത്തെ പവിത്രമാക്കി മാറ്റുന്നതിൽ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടല്ലോ. സേനയല്ലേ? ശിക്ഷകൾ മുതലായവ അനുഭവിച്ചാലും വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നുണ്ടല്ലോ. ഇവിടെ യാചകനും പറയും, ഞങ്ങൾ ഭാരതത്തിന്റെ അധികാരികളാണ് എന്ന്. ഇന്നത്തെ കാലത്ത് നോക്കൂ, ഒരു ഭാഗത്ത് പാടുന്നു ഭാരതം നമ്മുടെ ഏറ്റവും ഉയർന്ന ദേശമാണെന്ന്. മറുഭാഗത്ത് പാടുന്നു ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരിക്കുന്നു. രക്തം, ചോരപ്പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു റെക്കോർഡിൽ നിന്ദ, മറ്റൊന്നിൽ മഹിമ. ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് യഥാർത്ഥ രീതിയിൽ ബാബ മനസ്സിലാക്കി തരുന്നു. മനുഷ്യർക്കറിയില്ല ഇവരെ ഭഗവാനാണ് പഠിപ്പിക്കുന്നതെന്ന്. പറയും, ആഹാ, ഇവർ ഭഗവാനെ ടീച്ചറാക്കി വെച്ചിരിക്കുന്നു. ഭഗവാന്റെ വാക്കുകളാണ്, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. കേവലം ഗീതയിൽ മനുഷ്യന്റെ പേര് വെച്ച് ഗീത ഖണ്ഡിച്ചിരിക്കുന്നു. കൃഷ്ണ ഭഗവാനു വാച, ഇത് മനുഷ്യമതമായില്ലേ? കൃഷ്ണൻ എങ്ങനെ ഇവിടെ വരും? കൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനായിരുന്നു. കൃഷ്ണന് ഈ പതിത ലോകത്തിൽ വരാൻ മാത്രം എന്ത് സംഭവിച്ചു? ബാബയെ നിങ്ങൾ കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങളിലും കുറച്ചുപേരെ യഥാർത്ഥ രീതിയിൽ അറിയുന്നുള്ളൂ. നിങ്ങൾ കുട്ടികളുടെ വായിൽ നിന്ന് സദാ രത്നങ്ങൾ വരണം, കല്ലുകളല്ല. സ്വയത്തോട് ചോദിക്കണം, നമ്മൾ ഇങ്ങനെയായി മാറിയിട്ടുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അഴുക്കിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരണമെന്ന്. പക്ഷെ പെട്ടെന്ന് സാധിക്കുകയില്ല. സമയമെടുക്കും. നിങ്ങൾ പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. മനസ്സിലാക്കി തരുന്നവരും നമ്പർ വൈസാണ്. യുക്തിയുക്തം മനസ്സിലാക്കി കൊടുക്കുക എന്നത് അവസാനമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബാണം ഏൽക്കും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ പഠിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്നത് ഒരാൾ തന്നെയാണ്. എല്ലാവരും ബാബയിൽ നിന്ന് പഠിക്കുന്നവരാണ്. മുന്നോട്ടു പോകുന്തോറും നിങ്ങൾ ഇങ്ങനെയുള്ള യുദ്ധം കാണും. ആ കാര്യമേ ചോദിക്കേണ്ട. യുദ്ധത്തിൽ വളരെ പേർ മരിക്കും. പിന്നീട് ഇത്രയും പേർ എങ്ങോട്ട് പോകും? ഒന്നിച്ചു പോയി ജന്മമെടുക്കുമോ? വൃക്ഷം വലിയതാകുന്നു. വളരെയധികം ശാഖകളും ചില്ലകളും ഇലകളും ഉണ്ടാകുന്നു. ദിവസവും എത്ര പേർ ജനിക്കുന്നു, എത്ര പേർ മരിക്കുന്നു. ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. മനുഷ്യരുടെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ചില്ലറ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ബാബയെ ഓർമ്മിക്കൂ. ഇതിലൂടെ വികർമ്മം വിനാശമാകുകയും അഴുക്കില്ലാതാവുകയും ചെയ്യും. പിന്നീട് മതി മറ്റുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കിതിന്റെ ഒരു ചിന്തയും വേണ്ട. ആദ്യം തന്റെ പുരുഷാർത്ഥം ചെയ്യൂ. അതിലൂടെ ഇതുപോലെയായി മാറാൻ സാധിക്കും. മുഖ്യമായത്
ഓർമ്മയുടെ യാത്രയാണ്. എല്ലാവർക്കും സന്ദേശം കൊടുക്കണം. പ്രവാചകൻ ഒരാൾ തന്നെയാണ്. ധർമ്മസ്ഥാപകരെയും പ്രവാചകർ എന്ന് പറയാൻ സാധിക്കില്ല. സദ്ഗതി ദാതാവ് ഒരു സദ്ഗുരു തന്നെയാണ്. ബാക്കി ഭക്തി മാർഗത്തിലാണെങ്കിൽ മനുഷ്യർ കുറച്ചൊക്കെ നന്നാകുന്നു, എന്തെങ്കിലും ദാനവും ചെയ്യുന്നു. തീർത്ഥയാത്ര പോകുമ്പോൾ എന്തെങ്കിലും ദാനം ചെയ്യുന്നു. ഇത് നിങ്ങളാണ് അറിയുന്നത്. ഈ അന്തിമ ജന്മത്തിൽ ബാബ നമ്മെ വജ്ര സമാനമാക്കി മാറ്റുന്നു. ഇതിനെ തന്നെയാണ് അമൂല്യ ജീവിതമെന്ന് പറയുന്നത്. പക്ഷെ അത്രയും പുരുഷാർത്ഥം ചെയ്യേണ്ടതായി വരും. നിങ്ങൾ പറയും, നമ്മുടെ ദോഷമല്ല, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ പൂക്കളാക്കി മാറ്റുന്നതിന്. നിങ്ങൾ എന്തുകൊണ്ട് ആയി മാറുന്നില്ല? പാവനമാക്കി മാറ്റുന്നതിന്റെ ഡ്യൂട്ടി എന്റേതാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നില്ല? പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്ന ബാബയെ ലഭിച്ചിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണനെ ആരാണ് ഇങ്ങനെയാക്കി മാറ്റിയത്? ലോകം അറിയുന്നില്ല. ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ കാര്യം ആരും മനസ്സിലാക്കുകയില്ല. മുന്നോട്ടു പോകുന്തോറും നിങ്ങളുടെ അടുത്ത് വളരെ പേർ വരും. അപ്പോൾ അവരുടെ ദുരിതങ്ങൾ എല്ലാം ഇല്ലാതാകും. ബാബ പറയുന്നു, ഈ വേദശാസ്ത്രങ്ങളുടെ സാരം ഞാനാണ് കേൾപ്പിക്കുന്നത്. ഇഷ്ടം പോലെ ഗുരുക്കന്മാരുണ്ട് ഭക്തിമാർഗത്തിൽ. സത്യുഗത്തിൽ എല്ലാവരും പാവനമായിരുന്നു, പിന്നീട് പതീതരായി മാറി. ഇപ്പോൾ ബാബ വീണ്ടും നിങ്ങളെക്കൊണ്ട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യിക്കുന്നു. കാരണം ഈ പഴയ ലോകം അവസാനിക്കാൻ പോകുന്നു. അതുകൊണ്ട് ബാബ പറയുന്നു, ശ്മശാനത്തിൽ നിന്ന് ബുദ്ധി മാറ്റി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. ഇപ്പോൾ കണക്കെടുപ്പിന്റെ സമയമാണ്. എല്ലാവരുടെയും കണക്കുകൾ അവസാനിക്കും. മുഴുവൻ ലോകത്തിലും എത്ര ആത്മാക്കളുണ്ടോ അവരിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. ആത്മാവ് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ആത്മാവും അവിനാശിയാണ്, പാർട്ടും അവിനാശിയാണ്. ഇതിലൊരു വ്യത്യാസവും ഉണ്ടാകില്ല. അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് വളരെ വലിയ പരിധിയില്ലാത്ത ഡ്രാമയാണ്. നമ്പർ വൈസായി ഉണ്ടാവുക തന്നെ ചെയ്യും. ചിലർ ആത്മീയ സർവീസ് ചെയ്യും, ചിലർ സ്ഥൂലമായ സർവീസ് ചെയ്യും. ചിലർ പറയുന്നു, ബാബ ഞങ്ങൾ അങ്ങയുടെ ഡ്രൈവർ ആകട്ടെ. അപ്പോൾ അവിടെയും വിമാനത്തിന്റെ അധികാരിയായി മാറും. ഇന്ന് വലിയ വലിയ ആളുകൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്കിപ്പോൾ ഇവിടം സ്വർഗമാണ് എന്ന്. വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, വിമാനങ്ങളുണ്ട്. ബാബ പറയുന്നു, ഇതെല്ലാം കൃത്രിമമാണ്. ഇതിനെ മായയുടെ ഷോ എന്ന് പറയും. എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? കപ്പൽ മുതലായവ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ കപ്പൽ മുതലായവ അവിടെ ഉപയോഗത്തിൽ വരില്ല. ബോംബുകൾ ഉണ്ടാക്കുന്നു, അതും അവിടെ ഉപയോഗിക്കുന്നില്ല. സുഖം നൽകുന്ന സാധനങ്ങൾ ഉപയോഗത്തിൽ വരും. വിനാശമുണ്ടാക്കാൻ സയൻസ് സഹായിക്കുന്നു. പിന്നീട് അതേ സയൻസ് നിങ്ങൾക്ക് പുതിയ ലോകം ഉണ്ടാക്കുന്നതിൽ സഹായിക്കും. ഈ ഡ്രാമ വളരെ അതിശയകരമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഈ കണക്കെടുപ്പിന്റെ സമയത്ത് പഴയ ലോകത്തെ പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. ഈ ശ്മശാനത്തിൽ നിന്ന് ബുദ്ധിയെ വേർപെടുത്തണം. ഓർമ്മയിലിരുന്നു കൊണ്ട് എല്ലാ പഴയ കണക്കുകളും അവസാനിപ്പിക്കണം. 2. മുഖത്തിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ പുറത്തുവരണം, കല്ലുകളല്ല.
പൂർണമായും ഹംസമായി മാറണം. മുള്ളുകളെ പൂക്കളാക്കി മാറ്റുന്നതിന്റെ സേവനം ചെയ്യണം. വരദാനം: സേവനത്തോടൊപ്പമൊപ്പം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ സാധനയെ പ്രത്യക്ഷമാക്കുന്ന സഫലതാമൂർത്തിയായി ഭവിക്കൂ. സേവനത്തിലൂടെ സന്തോഷം അല്ലെങ്കിൽ ശക്തി ലഭിക്കുന്നു. എന്നാൽ സേവനത്തിൽ തന്നെയാണ് വൈരാഗ്യവൃത്തി ഇല്ലാതാകുന്നത്. അതുകൊണ്ട് തന്റെ ഉള്ളിൽ വൈരാഗ്യവൃത്തിയെ ഉണർത്തൂ. ഏതുപോലെയാണോ സേവനത്തിന്റെ പദ്ധതിയെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുമ്പോൾ സഫലത ലഭിക്കുന്നത്, അതുപോലെ ഇപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരൂ. എത്ര തന്നെ സാധനങ്ങൾ പ്രാപ്തമാകട്ടെ, എന്നാൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ സാധന മറയരുത്. സാധനങ്ങളുടെയും സാധനയുടെയും സന്തുലനമുണ്ടായിരിക്കണം. അപ്പോൾ സഫലതാമൂർത്തി ആകും. സ്ലോഗൻ: അസംഭവ്യത്തെ സംഭവ്യമാക്കുന്നത് തന്നെയാണ് പരമാത്മാ സ്നേഹത്തിന്റെ അടയാളം. ഓം ശാന്തി.